ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ നല്ല മഴയാണല്ലോ അല്ലേ നാട്ടിൽ. ഇന്ന് റെഡ് അലേർട്ടൊക്കെ ആയിട്ട് സ്കൂളിനൊക്കെ ലീവാണ്. അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എന്നാ ഇടുകയെന്ന് അറിയില്ല, അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങൾ പാടമൊക്കെ മുഴുവൻ വെള്ളം കയറിയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കയറിയത് കാണാനും വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ച പാത്രമൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അളിയൻ്റെ അപ്പം നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ ജോമോ ഉണ്ടായിട്ടോ പേരില്ല. അപ്പോൾ ഓൻ പറഞ്ഞ് ഞാനും പോരുണ്ട്, എൻ്റെ ഒപ്പം പോവാമെന്നും പറഞ്ഞിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ ഓൻ്റെ വണ്ടിയിൽ കയറിയതാണ് കേട്ടോ. പെരേന്ന് ഇടുന്ന ചെരുപ്പും ചുരിദാറൊക്കെ ഇട്ട് കയറിയതാണ്. അങ്ങാടിക്കല്ലേ വെള്ളം കാണാനെന്ന് പറഞ്ഞ് കയറിയതേനി. പിന്നെയാണ് ഞങ്ങൾ നേരെ പിന്നെ പ്ലാനൊക്കെ മാറ്റിയിട്ടോ. ആ ഡ്രസ്സുമ്മൽ തന്നെ ഞങ്ങളെ കക്കാടുമ്പോഴേക്ക് കൊണ്ടുപോകണ പോക്കാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മുക്കത്ത് അവിടെയൊക്കെ എത്തിയപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ, നല്ല വെയിലാണ്. നമ്മളെ നാട്ടിലെല്ലാം മഴയേനി കേട്ടോ. അവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല വെയിലാട്ടോ. അപ്പോൾ എന്താ മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും വെള്ളം കയറിന്. മക്കളൊക്കെ കണ്ടില്ലേ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടില്ലേ. ഓല് എന്തോ അവിടെ വെള്ളം കയറി ഗ്രൗണ്ടാന്ന് തോന്നുന്നുണ്ട്, അതിൽ നീന്തണും കളിച്ചണമൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ആകാശമൊക്കെ കണ്ടില്ല, എല്ലാം തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. ബേബി അറിയാം തിരുമ്പിയതൊക്കെ ഉണക്കാണ്ട് കൊണ്ടുവന്നാൽ അതിന് അമ്മാതിരി വെയിലിട്ടോ ആ ഭാഗത്തേക്ക്. പക്ഷെ നമ്മളങ്ങോട്ട് എല്ലാം മഴ തന്നെയാണ് കേട്ടോ ഇന്നലെ. അങ്ങനെ ഞങ്ങൾ പോയോണ്ട് നിൽക്കുകയാണ്, പ്രതീക്ഷിക്കാതുള്ള പോക്കാട്ടോ. രാവിലെ നമ്മൾ തീരെ വിചാരിച്ചിട്ടില്ല. ഓൻ പറയുകയാണെങ്കിൽ നമുക്ക് പാത്രമെങ്കിലും ഒന്ന് കേക്കിയതാട്ടോ ബേബി പറയുന്ന. ചായ കുടിച്ച പാത്രം ഒന്നും കേൾക്കില്ല. നമ്മൾ അങ്ങാടിക്കല്ലേ മീൻ വാങ്ങാന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനെ പോക്കാണ്. അപ്പം പോണ വൈകുമ്പോൾ ഞാനിന്ന് ഏതായാലും എൻ്റെ അടുക്ക് പോരാന്ന് കരുതിയത് ഇനിയിട്ടും. അപ്പം ആങ്ങളെ വരാമെന്നും പറഞ്ഞു. ഇനി അപ്പം ഓനോട് പറഞ്ഞ് ഇവ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെരേക്ക് വിളിച്ചാണ്ട് ഉച്ചയാകുമ്പോഴത്തേന് ഞങ്ങൾ എത്തുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ആ പോക്കട് പോയിട്ട് ഞങ്ങൾ രാത്രി കേട്ടോ പിന്നെ പെരേക്ക് എത്തുന്നത്. അങ്ങനെ നേരെ നമ്മൾ ഓൻ കൊണ്ടുപോവാണ് കക്കാട് പോയിക്ക്. ഞാൻ ആദ്യമായിട്ട് പോവാണ് കേട്ടോ. പോണ വഴിക്ക് ഇതാക്കണ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് ഇടിഞ്ഞിക്കണ്. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോകണം. ആദ്യമായിട്ട് പോവല്ലേ എന്നോണ്ട് വിചാരിക്കണ കക്കാടും പോയ പോണേ. ഞാൻ ഷെമിനോട് കുറേ പറഞ്ഞു ചെയ്തിന് കേട്ടോ കക്കാടും പോയേക്ക് പോവാന്നുള്ളത്. പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലേന് കേട്ടോ. അപ്പോൾ പോണ വഴിയുമ്പോൾ കണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഫുള്ള് അവിടെ ആ ഏരിയയിലൊക്കെ അങ്ങനെ ആണല്ലോ, പുഴയും വെള്ളവും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ കുറേ വണ്ടികളവിടെ ബ്ലോക്കായിട്ടോ. അത് മാത്രം വലിയ റോഡൊന്നുമല്ലല്ലോ, വീതിയുള്ള റോഡൊന്നുമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആയിഷമ്മു ഞാനും അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് തന്നെ ഞങ്ങളിത് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പിന്നെ കണ്ട് നല്ല രസം കേട്ടോ. പോണ വൈമൊക്കെ കാണാൻ, റോട്ടിൽ കൂടെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചിരുന്നൊക്കെ കാണാൻ എന്തോ രസം എന്നാൽ. പിന്നെ മഴക്കാലം അല്ലേ, ഇന്ന് റെഡ് അലേർട്ടും ആണ്. ഞങ്ങളറിയില്ല കേട്ടോ ഇവ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നൊന്നും. അറിയെങ്കിൽ ബേബി ഒന്നും വണ്ടിയിൽ കയറുകയില്ല കേട്ടോ. ഇവ പ്രതീക്ഷിക്കാതുള്ള പോക്കല്ലേ. നല്ല രസമുണ്ടായിന് ഞങ്ങൾ പോക്കൊക്കെ കാണാൻ കേട്ടോ. ചെരുപ്പും ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിന്. അച്ചേക്ക് നമ്മൾ പെരേന്നുള്ള ആ ഒരു ഇതിലായിട്ട് പോയതല്ലേ. പറയുകയാണെങ്കിൽ ഞങ്ങൾ പോകൂല. തലേന്ന് മൈസൂർ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം പിറ്റേന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ മൈസൂർ പോകാം. അങ്ങോട്ടൊന്നും മഴയല്ല, വെയിലാട്ടോ. അപ്പം മൈസൂർ പോവാം. 2:45 ആകുമ്പോൾ ഞാൻ വിളിച്ചു. അപ്പം നീച്ചോണ്ടിന്നൊക്കെ പറഞ്ഞു ഓന്. എന്നിട്ട് ഞാൻ അല്ലാറൊക്കെ വെച്ച് കിടന്നു കേട്ടോ. അല്ലാറൊക്കെ മുട്ടി ഞാൻ നീച്ച് നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങാട്ടോ. അങ്ങനെ ആ പോക്ക് ക്യാൻസലായിട്ടോ. മൈസൂർ പോക്ക് ക്യാൻസലായിനി. പിന്നെ നേരെ വെളുത്തപ്പോൾ നേരെ നമ്മളെ കക്കാടുംപുഴയൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ ഷെമി ഇല്ല കേട്ടോ. ഷെമി ഹൈദരാബാദ് പോയതാണ്, ലോഡും കൊണ്ട് പോവാണ്. വയനാടാട്ടോ ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് അങ്ങനെ ഹൈദരാബാദ് പോകും. അപ്പോൾ ഷെമി ഇല്ല. ജോമോനും അളിയനും പിന്നെ ഞങ്ങളും ആണ് കേട്ടോ പോണത്. ബേബിയും കുട്ടികളും ഞാനും ഐസമോളും അങ്ങനെയാണ് പോണത്. ചിന്നൂനെ കൂട്ടായി അരച്ചാണ്ട് ഞങ്ങൾ ആദ്യം ചിന്നൂൻ്റെ അടുക്കാണ് കേട്ടോ പോയത്. അപ്പം ചിന്നൂൻ്റെ അവിടെ എത്തിയപ്പോൾ ഭാഷ ഉണ്ടായിട്ടാണ്. അപ്പോൾ കക്കാട് പോയേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടോ. ഭാഷ മഴയും ഇതൊക്കെ അല്ലേ, അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞേക്കാണ്ട് ചിന്ന അങ്ങനെ പോകുന്നില്ല കേട്ടോ. പിന്നെ അപ്പം ബേബി പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകൂല, അവൻ വെറുതെ അറിയാം അങ്ങോട്ടൊന്നും നമ്മൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു. ഇവൻ വണ്ടി കയറ്റി നേരെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. കുട്ടികൾക്കൊക്കെ റെയിൻകോട്ട് വാങ്ങാന്നൊക്കെ പറഞ്ഞു ഓൻ നിർത്തിയൊക്കെ ചെയ്തിനി. പക്ഷേ വാങ്ങിയില്ല കേട്ടോ. അങ്ങോട്ടൊന്നും ഇപ്പോൾ ഏതായാലും പോകലുണ്ടാവില്ല എന്ന് കരുതിക്കാണ്ട്. പിന്നെ അവിടെ എത്തിയും ചെയ്ത് മഴയും കോടയൊക്കെ ഇട്ട് നല്ല ക്ലൈമറ്റൊക്കെ ഇട്ട്. ഈ കാണുന്ന മല പിന്നെ കാണണേ ഇല്ലേ കേട്ടോ, കോട അങ്ങോട്ട് മൂടിയിട്ട്. ഇത് ഞങ്ങൾ കുറച്ച് കയറി. അവിടെ എത്തിയപ്പോൾ തന്നെ കുഴങ്ങിക്കണം കേട്ടോ. പിന്നെ ആ മലയും കൂടി കയറുകയെന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ കയറി. ഒരു കുറച്ചങ്ങോട്ട് കയറിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴപ്പാറ്റിലൊക്കെ വന്നിനി. കുറച്ചങ്ങോട്ട് കയറിയപ്പോത്തിനും ഇതാ കോട അങ്ങോട്ട് വന്ന് മൂടിയിട്ടുണ്ട്. എന്തു രസമുണ്ടായിന് എന്നാൽ കാണാൻ. നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലോ ജീവിതത്തിൽ. അങ്ങനെയൊക്കെ അടിപൊളിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് പിന്നെ അതിലെങ്കിലും ഇങ്ങനെ പോയാൽ മതിയല്ലോ. എനിക്കും ഐശമ്മൂനും പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണെങ്കിലും പോവാൻ റെഡി ആട്ടെ. അതൊക്കെ ഇല്ലെങ്കിലും ഇങ്ങനെ പോയാൽ മതി.
അങ്ങനെ അതാ നോക്കുക എന്തോ രസമാരെ കാണാൻ. ആദ്യമായിട്ടാട്ടോ ഞാൻ അങ്ങനെ കാണുന്നത്, കോട മൂടി കിടക്കണം. നമ്മളിങ്ങനെ പോയിട്ടും ഇതായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുണ്ടായി. നമ്മളെ തലയിൽ നമ്മളൊരു കവറൊക്കെ ഇട്ടെടുത്തിട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഫുള്ള് കയറിയില്ല കേട്ടോ, ഒരു പകുതി ഭാഗമൊക്കെ കയറിയിട്ടുള്ളൂ. അങ്ങനെ തിരിച്ചിറങ്ങി. ഭാവി ഐസമോളും സിത്തു പോലെ മുന്നേക്ക് പോകുന്നതിന് കേട്ടോ. അപ്പോൾ പോകുന്നത് പോലെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേനും ഐസ്ക്രീമൊക്കെ തിന്നുന്നുണ്ട്. ഇതാട്ടോ എൻ്റെ കോല, ഒരു പൗഡർ പോലും മുഖത്ത് ഇടാതെ ഇട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ എല്ലാവർക്കും വാങ്ങി അതൊക്കെ തിന്ന് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് പെരേക്ക് എത്താന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഒരു 3:15 ആയിന്. അപ്പോൾ ഫുഡൊക്കെ പെരയിൽ തന്നെ ഉണ്ടാക്കിനി. അപ്പോൾ ഞങ്ങൾ ലഘുവായിട്ടൊരു ചായയും കടിയൊക്കെ കുടിച്ചിട്ട് നേരെ വണ്ടി തിരിച്ചിട്ടോ പെരേക്ക് പോരുകയാണ്. അങ്ങനെ അതാ കുറേ കടികളും ചായയും ഓരോ ഹോർലിക്സും ഞാൻ ചായയും കോഫി ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞ് കുടിച്ച് പോരുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ പെരയിലെത്തി. പിന്നെ പെരയിലെത്തിയപ്പോൾ മഗ്‌രിബ് വാങ്ങി കൊടുക്കാനാണ് കേട്ടോ. വേഗം മേലേക്ക് ഡ്രസ്സ് മാറ്റി നേരെ ഇതാ തിരിച്ച് ഇൻഡോർക്ക് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോപ്പേ ഇല്ലേ കേട്ടോ നമുക്ക്. നേരെ പിന്നെ നടന്ന് ഇൻഡോർക്ക് പോകുന്നു. പിന്നെ ഓൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. ഓല് പോയാലതാ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. മന്തി, അൽഫാമും ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതൊക്കെ, ചിക്കൻ പൊരിയും ബീഫ് വരട്ടിയൊക്കെ ഉമ്മ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ.